Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning. Start ചെയ്താലോ നമുക്ക്? എന്താണ് ലേറ്റ് ആണല്ലോ എല്ലാവരും. സ്ട്രെങ്ത് കുറവാണ്. Okay, so let's start today's class with prayer, third of the day, and sign. Very warm good morning, everyone. I am Sanila, your coordinator. Today is a wonderful day and a positive day. So prayer is the most powerful weapon against the trials. Let us start the class with the prayer. So I invite Binsha for the prayer. Good morning, all. God's love, it's so wonderful. God's love, it's so wonderful. God's love, it's so wonderful. Oh, wonderful love. It's so high, we can get over it. It's so deep, we can get under it. It's so wide, we can get around it. Oh, wonderful love. Thank you. Thank you, Binsha. Next part is sign in the class. So I would like to invite Ashwati for sign in the class. Good morning, everyone. First of all, I wish a good day for everyone. Today's class is held by Ashwati ma'am. I welcome Ashwati ma'am in the class and I welcome all my friends. Thank you. Thank you, Ashwati, for creating a wonderful thought. I would like to invite Samna for today's thought of the day. Good morning, everyone. Never think I have nothing. Never think I have everything. But always think I have something. I can achieve anything. A great thought by Dr. APJ Abdul Kalam. Thank you. Thank you, Samna. Next, let us go to the class today. So I hope let us enjoy the class today. Okay. Then how are you all? Thank you. Hi. Okay. Breakfast ഒക്കെ കഴിച്ചല്ലോ എല്ലാവരും? ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാട്ടോ. അഡ്ജക്റ്റീവ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? ഞാൻ എനിക്ക് ചോദിക്കാണ്. ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ? നോ? ഇല്ല. ഓക്കെ, ക്ലിയർ ആണ്. വെരി ഗുഡ്. നെക്സ്റ്റ് ആഡ്വേർബ് ആണ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആരൊക്കെയാണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എവിടെ? മാം രഞ്ജിനി, പിന്നെ ജിബിയ, രേവതി ആയിരുന്നു. രേവതിക്ക് ജിബിയ, രഞ്ജിനി, അനിൽകുമാർ, ജിബിയ, രേവതി. എന്നാ ജിബിയ കേറിയിട്ടില്ലാന്ന് തോന്നുന്നു. കുട്ടികൾക്ക് വയ്യെന്ന് പറഞ്ഞായിരുന്നു. രേവതിക്ക് എന്തോ മരണാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്തോളാം മാം. സ്റ്റാർട്ട് ചെയ്യാം. ആണോ? എന്റെ സൗണ്ട് ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ടേ. അതുമല്ല രഞ്ജിനിയുടെ വോയിസ് വളരെ കുറവാണ്. ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്ത് നോക്കി, ചിലപ്പോ ക്ലിയർ ആയിരിക്കാം. ഇപ്പൊ കേൾക്കാം അമ്മേ? കേൾക്കാം. കുറച്ചുകൂടെ സൗണ്ട് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാട്ടോ. നല്ല സ്റ്റാർട്ട് ചെയ്തോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എനിക്ക് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം കാണുന്ന പോലെ കേട്ടോ. ശരിയാണ്, ഫസ്റ്റ് ടൈം ആണ് അവർ മീറ്റ് ചെയ്യുന്നത്.
അറിയാമെങ്കിലോ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ. ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ അഡ്വേർബിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്. കുറച്ച് ടെൻഷൻ ഉണ്ട് കേട്ടോ, എങ്കിലും ശ്രമിക്കാം, നന്നായിട്ട് എടുക്കാൻ നോക്കാം. ആദ്യം അഡ്വേർബിനെ കുറിച്ചൊരു ക്ലാരിറ്റി തരാം. Adverb are words that modify or describe verbs, adjective, other adverb, or even entire sentence. അതായത് അഡ്വേർബ് എന്ന് വെച്ചാൽ എന്താ മലയാളത്തിലെ ക്രിയാവിശേഷണം എന്നാണല്ലേ. അതായത് ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് അഡ്വേർബ്. എന്താ, ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് അഡ്വേർബ്. അഡ്വേർബ് ഒരു ക്രിയയെ മാത്രമല്ല, അഡ്ജക്റ്റീവിനെയും ചിലപ്പോൾ മറ്റൊരു അഡ്വേർബിനെയും തന്നെയും വിശേഷിപ്പിക്കാറുണ്ട്. ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ക്രിയാവിശേഷണങ്ങൾ, അതായത് അഡ്വേർബ്. അഡ്വേർബ് ഒരു ക്രിയയെ മാത്രമല്ല, അഡ്ജക്റ്റീവിനെയും ചിലപ്പോൾ മറ്റൊരു അഡ്വേർബിനെ തന്നെയും വിശേഷിപ്പിക്കാറുണ്ട്. ഒന്നുകൂടി പറയണോ? അഡ്വേർബ് ഡെഫിനിഷൻ ഒന്നുകൂടി പറയണോ? ആദ്യം മുതൽ ഒന്നുകൂടി പറയൂ. ഓക്കെ. Adverb are words that modify or describe. കിട്ടുണ്ടോ? പതിയെ പറയണോ? Adverbs are words that modify or describe verbs, adjectives, other adverbs, or even entire sentence. ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് അഡ്വേർബ്. ഡെഫിനിഷൻ ഒന്നും കൂടി പറയോ? Adverbs are words that modify or describe verbs, adjectives, other adverbs, or even entire sentence. entire sentence. അതായത് ക്രിയയെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് അഡ്വേർബ്. അഡ്വേർബ് ഒരു ക്രിയയെ മാത്രമല്ല, അഡ്ജക്റ്റിനെയും ചിലപ്പോൾ മറ്റൊരു അഡ്വേർബിനെ തന്നെയും വിശേഷിപ്പിക്കാറുണ്ട്. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഒന്ന് ഒരു 3 എക്സാമ്പിൾ പറയാം കേട്ടോ. He walked slowly. First one, he walked slowly. He walked slowly. ഇതിൽ പറയുന്നത് എന്താ? സ്ലോലി എന്ന പദം walked എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നു. അതായത് അവൻ നടക്കുന്നു, അതായത് പതുക്കെ നടക്കുന്നു.
നടക്കുന്നു എന്നൊരു വേർഡിനെ, ഒരു സെന്റൻസിനെ വിശേഷിപ്പിക്കുകയാണ്. ഏത് പദം കൊണ്ട്? സ്ലോലി, പതുക്കെ, പതുക്കെയാണ് നടക്കുന്നത്, നടന്നു. ഹി വാക്ക്ഡ് സ്ലോലി. ഒന്നുകൂടി പറയാം. ഹി വാക്ക്ഡ് സ്ലോലി. സ്ലോലി എന്ന പദം വാക്ക്ഡ് എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നു. സെക്കൻഡ് ഒന്നുകൂടി പറയാം. സെക്കൻഡ് സെന്റൻസ്, ഷീ ഈസ് നീറ്റ്ലി ഡ്രസ്ഡ്. ഷീ ഈസ് നീറ്റ്ലി ഡ്രസ്ഡ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഷീ ഈസ് നീറ്റ്ലി ഡ്രസ്ഡ്. നീറ്റ്ലി എന്ന പദം ഡ്രസ്ഡ് എന്ന അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്നു, അല്ലേ? നീറ്റ്ലി, അതായത് അവൾ വസ്ത്രം ധരിച്ചത് എങ്ങനെയുള്ള വസ്ത്രമായിരുന്നു? നീറ്റ്ലി, നീറ്റായിട്ടുള്ള. അവൾ നീറ്റായി വസ്ത്രം ധരിക്കുന്നു. എങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്? നീറ്റായിട്ടുള്ള. ഷീ ഈസ് നീറ്റ്ലി ഡ്രസ്ഡ്. തേർഡ് വൺ, രാജു റൺസ് ഫാസ്റ്റ്. രാജു വേഗത്തിൽ ഓടി. ഇവിടെ എന്താ? ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന പദം റൺസ് എന്ന അഡ്വേർബിനെ വിശേഷിപ്പിക്കുന്നു. ഏതിനെ വിശേഷിപ്പിക്കുന്നത്? ഏത് പദമായിരുന്നു? ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന പദം റൺ എന്ന അഡ്വേർബിനെ വിശേഷിപ്പിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടി പറയാം. കിട്ടിയോ? ഇത് രാജു റൺസ് ഫാസ്റ്റ്. ഓക്കെ. സനില ക്വിക്ലി കംപ്ലീറ്റഡ് ദ വർക്ക്. സനില പെട്ടെന്ന് ക്വിക്ലി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ വിശേഷിപ്പിക്കുന്നത് പെട്ടെന്ന്. ക്വിക്ലി കംപ്ലീറ്റഡ് ദ വർക്ക്. അപ്പൊ ഇവിടെ ഏതാ വിശേഷിപ്പിക്കുന്നത്? ക്വിക്ലി, പെട്ടെന്ന് തന്നെ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പറഞ്ഞോട്ടെ. Adverb is classified into 6. അഡ്വേർബിനെ 6ആയി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ്, adverb of time. ഫസ്റ്റ്, adverb of time. എഴുതിയോ? adverb of time first. Okay. Second, adverb of place. Second one, adverb of place. Adverb of place. Either. Okay. Third one, adverb of number. Third one, adverb of number. Adverb of number. Fourth one, adverb of manner. Adverb of manner. Fifth one, adverb of degree or അല്ലെങ്കിൽ quantity. Adverb of degree or quantity. Adverb of degree or quantity. Last, sixth one, adverb of reason. Adverb of reason. Adverb of reason.
ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാമോ? എന്നിട്ട് ഞാനിപ്പോ എനിക്ക് കിട്ടിയത് ഇപ്പൊ കേറിയുള്ളത് കാരണം കൊണ്ട് ഞാൻ തേർഡ് വണ്ണം തൊട്ട് എഴുതിയേക്കണേ. ആദ്യത്തെ രണ്ടെണ്ണം ഒന്ന് പറയാമോ? ഓക്കെ. ഫസ്റ്റ് വൺ, adverb of time. Adverb of time. Second, adverb of place. Adverb of place. Third one, adverb of number. Adverb of number. Fourth one, adverb of manner. Fifth one, adverb of degree or quantity. Sixth one, adverb of reason. Okay. Next പറഞ്ഞോട്ടെ. Adverb of time. Adverb of timeന്റെ definition പറയാം. Adverb of time shows when. Adverb of time shows when. Explain when, for, how long or how often an action occur, acting. ഒന്നുകൂടി പറയോ? Adverb of time shows when. Explain when, for, how long, when, for, how long, or how often, an action occur, acting as essential, modifier, for verbs, adjectives, or entire sentence. ലാസ്റ്റ് സെന്റൻസ് ആയി. Modifier for verbs, adjectives, or entire sentence. കിട്ടിയോ? ഒന്നുകൂടി പറയണോ? ഓക്കെ, പറയണമെന്നാണോ? Adverb of time. അതൊന്നുകൂടി ഒന്ന് വായിക്കാവോ? Okay. Adverb of time shows when. Explain when, for. ഇതൊരു ഫുൾ സ്റ്റോപ്പ് ആണോ? വെൻ വരെ ഒരു ഫുൾ സ്റ്റോപ്പ് ആണോ മാം? അതെ. ഓക്കെ. Explain when, for, how long or how often an action occurs, acting as essential modifier for
verbs, adjectives, or entire sentence. Okay. അതായത് വെൻ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നതും ഒരു പ്രവൃത്തിയുടെ സമയത്തെ കുറിക്കുന്നതുമാണ് ഇത്തരം അഡ്വർബ്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഒന്നുകൂടി പറയാം. വെൻ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നതും ഒരു പ്രവൃത്തിയുടെ സമയത്തെ കുറിക്കുന്നതുമാണ് ഇത്തരം അഡ്വർബ്. ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. നൗ, എക്സാമ്പിൾ നൗ, yesterday, yesterday, soon, soon. മാം ഒന്ന് സ്പീഡ് ഒന്ന് കുറച്ച് പറയോ? ഓക്കെ ഓക്കെ. എക്സാമ്പിൾ ഓരോന്നായിട്ട് പറയാം കേട്ടോ. നൗ, NOW, നൗ, yesterday, yesterday, soon, later, later, already, already, and recently, recently. നമ്മൾ ഒരു സെന്റൻസ് ആക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ മനസ്സിലാവും. ഹി പോസ്റ്റഡ് ദ ലെറ്റർ യെസ്റ്റർഡേ. ഹി പോസ്റ്റഡ് ദ ലെറ്റർ യെസ്റ്റർഡേ. ഹി പോസ്റ്റഡ് ദ ലെറ്റർ യെസ്റ്റർഡേ. ഇന്നലെയാണ് അവൻ കത്ത് പോസ്റ്റ് ചെയ്തത്. അപ്പോ വെൻ എന്നൊരു ക്വസ്റ്റ്യന് ആൻസർ അവിടെ ഫസ്റ്റിന് പറഞ്ഞു അല്ലേ, യെസ്റ്റർഡേ. വെൻ എന്ന ചോദ്യത്തിന് വെൻ എന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നില്ല. അതായത് അതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് യെസ്റ്റർഡേ. വെന്നിന് പകരം എന്തായിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത്? യെസ്റ്റർഡേ. എപ്പോഴാണെന്നുള്ളത് വെൻ എന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് അവിടെ അല്ലെ. ഹി പോസ്റ്റഡ് ദ ലെറ്റർ യെസ്റ്റർഡേ. വെൻ എന്ന ചോദ്യത്തിന് യെസ്റ്റർഡേ ഉത്തരമായി ലഭിച്ചിരിക്കുന്നതിനാൽ അത് അഡ്വേർബ് ഓഫ് ടൈം, അഡ്വേർബ് ഓഫ് ടൈമിനെ കാണിക്കുന്നു. മനസ്സിലായോ? അഡ്വേർബ് ഓഫ് ടൈം. എക്സാമ്പിൾ ഹി പോസ്റ്റഡ് ദ ലെറ്റർ യെസ്റ്റർഡേ. അപ്പോ യെസ്റ്റർഡേ അവിടെ ഉത്തരമായിട്ട് കിട്ടിയിട്ടുണ്ട്, യെസ്റ്റർഡേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അഡ്വേർബ് ഓഫ് ടൈമിനെ അത് കാണിക്കുന്നു. ഒരു 2-3 എക്സാമ്പിൾ കൂടി പറയാം കേട്ടോ. ഫസ്റ്റ്, I have spoken to her already. I have spoken to her already. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതില് അഡ്വേർബ് ഓഫ് ടൈം ഏതാണെന്നുള്ളത്? ഏത് വാക്കാന്നുള്ളത്? ഓൾറെഡി. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് വൺ, he comes here daily. He comes here daily. ഇതിലെ അഡ്വേർബ് ഓഫ് ടൈം ഏതാ? ഡെയിലി. Yes. ഹി കംസ് ഹെർ ആണോ? Her, HERE. Her. ഹിയോ.
He comes her. H-E-R-E. Her daily. ക്ലിയർ ആണോ? He comes her daily. The adverb of time daily. നെക്സ്റ്റ് വൺ അടുത്തത് പറയാം. I have seen him before. I have seen him before. I have seen him before. ഇതിലെ അഡ്വർബ് ഓഫ് ടൈം ഏതാന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കറക്റ്റ്. ഞാൻ അവനെ മുൻപ് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവനെ മുൻപ് കണ്ടിട്ടുണ്ട്. ഐ ഹാവ് സീൻ ഹിം ബിഫോർ. ഒന്നുകൂടി പറയാം. She left the place. She left, L-E-F-T, left the place a few minutes ago. A few minutes. A few minutes ago. ഇതിൽ ഏതാന്ന് പറയാൻ പറ്റുമോ? അഡ്വർബ് ഓഫ് ടൈം. Few minutes ago. Minutes ago. Ago. മുൻപ്, അതായത് അവൾ കുറച്ച് മുൻപ് തന്നെ സ്ഥലം വിട്ടു. എ ഫ്യൂ മിനിറ്റ്സ് എഗോ. നെക്സ്റ്റ് സെക്കൻഡ് വൺ, അഡ്വർബ് ഓഫ് പ്ലേസ്. അഡ്വർബ് ഓഫ് പ്ലേസിനെ കുറിച്ച് ഡെഫിനിഷൻ പറയാം കേട്ടോ. അഡ്വർബ് ഓഫ് പ്ലേസ്. സെക്കൻഡ് വൺ, അഡ്വർബ് ഓഫ് പ്ലേസ്. പറഞ്ഞോട്ടെ. അഡ്വർബ് ഓഫ് പ്ലേസ്. Adverb of place shows where. Adverb of full stop ആട്ടോ അവിടെ. Adverb of place shows where. Describe. D-E-S-C-R-I-B-E. Describe the location or direction of an action answering the question where. Describe the location or direction of an action answering the question where. എന്താണ് അഡ്വർബ് ഓഫ് പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് വേർ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നവയും വേർ
വേർ എന്ന ചോദ്യത്തിന് വേർ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നവയും പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തെയുമാണ് ഇത് കാണിക്കുന്നത്. ഒരു കാര്യം നടക്കുന്ന, അതായത് ഒരു പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തെയുമാണ് ഇത് കാണിക്കുന്നത്. എന്താ? വേർ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നവയും പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തെയുമാണത് കാണിക്കുന്നത്. എക്സാമ്പിൾ പറയാട്ടോ. ഹെർ, ഹെർ, HERE, her, there, 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 everywhere, everywhere. Now her, now her. Inside, inside, inside. Outside, comma, outside, comma, upstairs, 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 downstairs, downstairs, nearby, 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 comma, far, 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 and abroad, and abroad, abroad. പറയാട്ടോ അതിന്റെ എക്സാമ്പിള്. സെന്റൻസിൽ പറയാം. I met her in the park. I met her in the park. ഞാൻ അവളെ പാർക്കിൽ വെച്ച് കണ്ടു. ഞാൻ അവളെ പാർക്കിൽ വെച്ച് കണ്ടു. അപ്പൊ I met her in the park. അപ്പൊ ഇതിൽ എന്താ പറയുന്നത്? Where did I meet her? Where did, ഞാൻ എവിടെ വെച്ചാണ്? Where did എന്ന ചോദ്യത്തിന്, അതായത് where did എന്ന ക്വസ്റ്റ്യന് where did I meet her? Where did I meet her? In the park. എവിടെയാ? സ്ഥലം പറഞ്ഞിട്ടുണ്ട്. Where എന്നതിന് പാർക്ക്. വേർ എന്ന ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് അവിടെ പാർക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവിടെ പാർക്ക് എന്നത് അഡ്വേർബ് ഓഫ് പ്ലേസിനെ കാണിക്കുന്നു. പാർക്ക്, ഇവിടെ പാർക്കാണ്. അഡ്വേർബ് ഓഫ് പ്ലേസിനെ കാണിക്കുന്നത് എന്താ? പാർക്ക്. അഡ്വേർബ് ഓഫ് പ്ലേസിനെ കാണിക്കുന്നത് പാർക്ക്. എന്താ? രണ്ടിന്റെ കൂടെ പറഞ്ഞോട്ടെ. സെക്കൻഡ് വൺ, he searched the child everywhere. He searched the child everywhere. He അവൻ searched the child everywhere. അവൻ കുട്ടിയെ എല്ലായിടത്തും തിരഞ്ഞു. അഡ്വേർബ് ഓഫ് പ്ലേസ് ഇവിടെ വരുന്നത് എന്താ? പറയാം. എവരിവെയർ. കറക്റ്റ്. എവരിവെയർ, എല്ലായിടത്തും. എവരിവെയർ. I saw he sleeping her. I saw him sleeping her. ഇവിടെ ഉറങ്ങുന്നത് ഞാൻ കണ്ടു. I saw.
I saw, SAW, saw him. Him sleeping, sleeping, sleeping her. ഇതിൽ അഡ്വേർബ് ഓഫ് പ്ലേസ് ഏതാന്ന് പറയാമോ? ഹിയർ. ആ, ഹിയർ, ഇവിടെ. ഇവിടെ ഉറങ്ങുന്നത് കണ്ടു. ഹിയർ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ പറഞ്ഞോട്ടെ. അഡ്വേർബ് ഓഫ് നമ്പർ. ഐ സോ ഹിം സ്ലീപ്പിംഗ് ഹിയർ. കിട്ടിയ എല്ലാവർക്കും? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. അഡ്വേർബ് ഓഫ് നമ്പർ. തേർഡ് വൺ പറഞ്ഞോട്ടെ. അഡ്വേർബ് ഓഫ് നമ്പർ പറഞ്ഞോട്ടെ. ഓക്കെ, അഡ്വേർബ് ഓഫ് നമ്പർ ഡെഫിനിഷൻ പറയാട്ടോ. An adverb of number, an adverb of number an adverb of number indicates 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 how many times, how many times, or how often, 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 an action occur answering the question how often, or how many times, ഒന്നുകൂടി പറയാം. An adverb of number indicates how many times or how often an action occurs answering the question how often or how many times. അതായത് പറയുന്നത് ഹൗ ഓഫൺ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നു. അതായത് അഡ്വേർബ് ഓഫ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഹൗ ഓഫൺ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നവ. എക്സാമ്പിൾ പറയാട്ടോ. once, twice, thrice, THRICE, thrice. ആദ്യം ഒന്നുകൂടെ പറയുമോ? ആണോ? ഓക്കെ, ഡെഫിനിഷൻ പറയാം. An adverb of number indicates how many times or how often an action occurs answering the question how often or how many times. Examples: once,
comma, twice, comma, thrice, THRICE, comma, again, 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 comma, always, comma, never, 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 comma, sometimes, 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 comma, frequently, 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 often, next, often, comma, rarely, 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 comma, seldom, അപൂർവമായി, seldom, and daily. അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയുന്നു. ഏതാ seldom? SELDOM, seldom, അപൂർവമായി. ഹൗ ഓഫൺ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതാണ് adverb of number. സെൽഡം കഴിഞ്ഞിട്ട് അടുത്തായിരുന്നു seldom കഴിഞ്ഞിട്ട് ആൻഡ് ഡെയിലി. ഒന്നും കൂടെ ഒന്ന് വായിക്കാവോ? ഓക്കെ, എക്സാമ്പിൾ മാത്രം മതിയോ? ഫുള്ള് ഫുള്ള് വേണ്ട. എക്സാമ്പിൾ, once, twice, 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 THRICE, again, always, never, sometimes, frequently, often, rarely, seldom, and daily. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാട്ടോ. ഫസ്റ്റ് വൺ, I have told you twice. എന്താ? I have told twice. ഇതിൽ adverb of number ഏതാ? Twice. യെസ്, ഞാൻ നിങ്ങളോട് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്. ട്വൈസ്, കറക്റ്റ്. നെക്സ്റ്റ്, the comet appears once in several years. See, the comet, COMET, ധൂമകേതു, വാൽനക്ഷത്രം എന്നൊക്കെ പറയാട്ടോ. The comet appears once in several years. വാൽനക്ഷത്രം വർഷത്തിൽ ഒരിക്കൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതിലേതാ adverb of time?
അല്ല സോറി, adverb of number. Once. Correct. Once. കൂടുതൽ എക്സാമ്പിൾ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാട്ടോ. ഇത് ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് പറഞ്ഞ് 6 പറഞ്ഞു തീർന്നിട്ട് നെക്സ്റ്റ് കൂടുതൽ എക്സാമ്പിൾ തരാട്ടോ. ഓക്കെ, നെക്സ്റ്റ് 4th one പറഞ്ഞോട്ടെ. adverb of manner. adverb of manner. adverb of mannerന്റെ ഡെഫിനിഷൻ പറഞ്ഞോട്ടെ. Okay. Adverb of manner describe. Adverb of manner describe how an action is performed. P-E-R-F-O-R-M-E-D. performed. Answering the question. Answering the question. How? Answering the question. How? Full stop ആട്ടോ. ഒന്നുകൂടി പറയാം. Adverbs of manner describe how an action. ക്ലിയർ ആവുന്നില്ലേ? Adverbs of manner describe how an action is performed. Answering the question how. How or in what manner. എങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നവയാണത്. എന്താ? എങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിൽ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അതിനെയാണ് adverb of manners. ഒരു എക്സാമ്പിൾ പറയാട്ടോ, മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ, രവി reads clearly. Ravi reads clearly. രവി വ്യക്തമായി വായിച്ചു എന്നുള്ളതിനെ കുറച്ചുകൂടി റീഡ്സ് ക്ലിയർലി. എങ്ങനെയാ വായിച്ചത്? ക്ലിയർലി. അപ്പോ ഇവിടെ ഏതാ adverb of manner വരുന്നത്? എങ്ങനെയാ? എന്താ? ക്ലിയർലി. നെക്സ്റ്റ് പറയാം. ഷംന thought of the day very nicely said. ഷംന thought of the day വളരെ നന്നായി പറഞ്ഞു. very nicely said. ഷംന thought of the day very nicely said. ഇതിലേതാ adverb of manners വരുന്ന? ഏതാ? manner. Nicely. very nicely. നന്നായി പറഞ്ഞു, വളരെ നന്നായി പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറയാം. ഗീത writes very clearly.
ഗീത writes very clearly. ഗീത വളരെ ശ്രദ്ധയോടെ എഴുതുന്നു. വെരി ക്ലിയർലി. ഇതിൽ അഡ്വേർബ് ഓഫ് മാനർ ഏതാ? ക്ലിയർലി. സോറി, കെയർഫുള്ളി കേട്ടോ. വെരി കെയർഫുള്ളി. കെയർഫുള്ളി, കറക്റ്റ്. നെക്സ്റ്റ്, ടീന വർക്ക്സ് ഹാർഡ്. ടീന കഠിനാധ്വാനം ചെയ്യുന്നു. വർക്ക്സ്, അധ്വാനം എന്നുള്ളതിന് കുറച്ചുകൂടി കഠിനാധ്വാനം, ഹാർഡ്. ഇതിലേതാ അഡ്വേർബ് ഓഫ് മാനർ വരുന്ന ഏതാ? ഹാർഡ്, കറക്റ്റ്. എക്സാമ്പിൾസ് കിട്ടിയോ? സെന്റൻസ് എല്ലാവർക്കും കിട്ടിയോ? ഒന്നുകൂടി വായിക്കണോ? ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോട്ടെ. അഡ്വേർബ് ഓഫ് ഡിഗ്രി ഓർ ക്വാണ്ടിറ്റി പറഞ്ഞോട്ടെ. Okay. Fifth one, adverb of degree or quantity. Adverb of degree or quantity. Definition പറയാട്ടോ. Adverbs of manner, 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 സോറി ട്ടോ, തെറ്റിപ്പോയി. അഡ്വേർബ് ഓഫ് ഡിഗ്രി ഓർ ക്വാണ്ടിറ്റി അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സോറി. Adverb of degree, adverb of degree, adverb of degree express intensity, 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 extent, or measure, or measure, answering, how much, or to what extent, ഒന്നുകൂടി പറയാട്ടോ. Adverb of degree express intensity, extent, or measure, answering how much or to what extent. എഴുതിയോ? ഒരു പ്രവൃത്തി എത്രമാത്രം അല്ലെങ്കിൽ ഏതളവ് വരെ എന്ന് കാണിക്കുന്നവയാണ് അഡ്വേർബ് ഓഫ് ഡിഗ്രി. ഇത് പലപ്പോഴും ഒരു അഡ്ജക്റ്റീവിനെയോ മറ്റൊരു അഡ്വേർബിനെയോ ആയിരിക്കും വിശേഷിപ്പിക്കുന്നത്.
എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഒരു പ്രവൃത്തി എത്രമാത്രം അല്ലെങ്കിൽ ഏതളവ് വരെ എന്നു കാണിക്കുന്നവ ഇത് പലപ്പോഴും ഒരു അഡ്ജക്റ്റീവിനെയോ മറ്റൊരു അഡ്വേർബിനെയോ ആയിരിക്കും വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിളും അടുത്ത 6th വൺ അഡ്വേർബ് ഓഫ് റീസൺ, പിന്നെ കുറച്ചുകൂടി ക്ലാസ്സിൽ പറയാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാട്ടോ. ഇന്ന് ഇപ്പൊ സമയം കഴിയാറായല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പറയാം. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ രഞ്ജിനി, അന്നേരം ക്ലാസ് എടുത്തു. എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? പറയൂ, ക്ലിയർ ആണ് അല്ലെ? Adverb എന്താണ്? Adverb is a word that modifies a verb, അല്ലെ? ഒരു വേർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് ഇന്ന് adverb എന്ന് പറയുന്നത്. ഓക്കെ, അതില് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ രഞ്ജി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. അറിയാലോ ആരൊക്കെയാണ് മെമ്പേഴ്സ്, ആരൊക്കെയാണ് നമുക്ക് അറിയാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും പ്രസന്റ് ആയിരിക്കുക, ആബ്സെന്റ് ആകരുത്. ഓക്കെ, പിന്നെ രഞ്ജിനി ഒന്ന് പ്രൊണൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രൊണൗൺസിയേഷനിൽ ചില ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാം. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചത് ഡിസ്ക്രൈബ്, ഡെസ്ക്രൈബ് അല്ല, അത് ഡിസ്ക്രൈബ് ആണ്. ഡിസ്ക്രൈബ്, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. ചെറുതാണെങ്കിൽ പോലും നമുക്ക് കേൾക്കുമ്പോൾ ചെറുതായിട്ട് തോന്നുകയാണെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കാം. പ്രൊണൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണേ. ഓക്കെ, അപ്പൊ എല്ലാവരോടും കൂടിയാണ് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും പ്രൊണൗൺസിയേഷൻ ഒന്ന് നന്നായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ട് തന്നെ ക്ലാസ്സിൽ അത് പറയാൻ നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ? സൈൻ ഔട്ട് പറയും. Let's sign out the class today. First of all, I would like to thank Ranjini teacher for the wonderful class. She describes a lot about adverbs. And then I would like to thank Ashwati ma'am for giving us this opportunity. Then I would like to thank to my colleagues and everyone. So thank you all. Have a wonderful day. Okay, so thank you all. See you on next class. Okay, bye.